അപ്പോൾ എക്കോ മൂവി ഇത് ചെയ്തിരിക്കുന്നത് കിഷ്കിന്ധാകാന്ഡം സിനിമ എടുത്ത അതേ ടീം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഡയറക്ടർ, അതേപോലെ അതിൻ്റെ റൈറ്റർ, എഡിറ്റർ, അതേപോലെ കമ്പോസർ ഒക്കെ തന്നെ ആ സിനിമയുടെ ടീം തന്നെയാണ്. അപ്പോൾ ആ സിനിമ പോലെ തന്നെ ഇതും ഒരു ത്രില്ലർ മൂവിയാണ്. അപ്പോൾ ആ സിനിമയിൽ നിന്ന് വ്യത്യാസമുള്ള ഒരു ത്രില്ലർ തന്നെയാണ്. പക്ഷേ നമുക്ക് കണ്ടിരിക്കുമ്പോൾ ഭയങ്കര നിഗൂഢതകൾ ഈ സിനിമയിലുണ്ട്. എന്നാലും ഈ സിനിമ അവസാനം ആയപ്പോഴേക്കും ചില കാര്യങ്ങൾ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളായിട്ട് അവശേഷിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് അതിൻ്റെ ഒരു നമുക്ക് സിനിമ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അതിനുണ്ടാകുന്ന ആ ഒരു ഫീൽ എന്താണെന്ന് ഞാൻ അവസാനം പറയാം. അപ്പോൾ ഇതിലെ കഥാപാത്രങ്ങൾ, ഒന്ന് പീയൂസ്, അത് ചെയ്തിരിക്കുന്നത് സന്ദീപ് പ്രദീപാണ്. പുള്ളിക്ക് ഇതിൽ 2 ഭാഗമുണ്ട്. രണ്ടും തന്നെ കുറച്ച് വേറിട്ട ഭാഗങ്ങളാണ്. അത് നന്നായിട്ട് സന്ദീപ് ചെയ്തിട്ടുണ്ട്. പടക്കളം മൂവിയിൽ പുള്ളി നന്നായിട്ട് അഭിനയിച്ചിരുന്നു. അതേപോലെ ഈ സിനിമയിലും നല്ലൊരു നടനാണെന്ന് പുള്ളി തെളിയിച്ചിരിക്കുകയാണ്. പിന്നെ അടുത്തത് ഒരു മ്ലാത്തി ചേട്ടത്തിയുണ്ട്. അവരുടെ ഒരു പ്രായമായ ഒരു നടിയാണ്. പക്ഷെ അവരുടെ പേര് എനിക്കറിയില്ല. അവർ നന്നായിട്ട് വന്നിട്ടുണ്ട്. ആ കഥാപാത്രവും സ്ട്രോങ് ആണ്. അപ്പോൾ അവരുടെ ചെറുപ്പം അഭിനയിച്ച ഒരു ലേഡി ഉണ്ട്. അപ്പോൾ ഈ ഒരു മ്ലാത്തി ചേട്ടത്തിയുടെ ആ പവർ കൂട്ടാൻ എന്നോണം അവർ ആ ചെറുപ്പം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കുര്യാച്ചൻ, അത് സൗരഭ് സച്ദേവാണ് ആ കഥാപാത്രം ചെയ്തിരിക്കുന്നത്. അനിമൽ മൂവിയിൽ ലാസ്റ്റത്തെ ആ ഒരു സോങ്ങുള്ള ഒരു ഫൈറ്റ് ഉണ്ടല്ലോ, അതിൽ പുള്ളി അവിടെ നിന്നിട്ട് ഓരോ ഗോഷ്ടി കാണിച്ചുകൊണ്ട് ആ പുള്ളിയാണ്. പുഷ്പ 2വിലും പുള്ളി അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ പുള്ളിയുടെ ആ ഒരു കുര്യച്ചൻ ക്യാരക്ടർ സിനിമയുടെ തുടക്കം മുതലേ നിഗൂഢതകളിലൂടെ പോകുന്ന കുറേ കഥാപാത്രങ്ങൾ ഇതിൽ നിഗൂഢതകൾ ഉണ്ട്. അപ്പോൾ പുള്ളിയും കുഴപ്പമില്ല ചെയ്തിട്ടുണ്ട്. ഇനി ഈ സിനിമയുടെ ഡയറക്ഷൻ, അതേപോലെ സ്റ്റോറി, ബാഹുൽ രമേശ് വീണ്ടും കിഷ്കിന്ധാകാന്ഡത്തിന് ശേഷം കേരളത്തിൻ്റെ ഷെർലക് ഹോംസാണെന്ന് പുള്ളി വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. ആ രീതിയിലുള്ള ഒരു സ്റ്റോറി തന്നെയാണ് പുള്ളി എഴുതിയിരിക്കുന്നത്. അതേപോലെ ഇതിൻ്റെ ആ ഒരു തിരക്കഥ, അപ്പോൾ ഒരു ആദ്യം ഉള്ള സസ്പെൻസ് ഒരു 2-3 ഭാഗം കഴിഞ്ഞിട്ട് വരുമ്പോൾ അതിൻ്റെ ആ സസ്പെൻസ് അവർ പൊട്ടിക്കുന്ന സമയത്ത് അത് നമുക്ക് അവിടെ നല്ലൊരു ഉത്തരം കിട്ടുന്നുണ്ട്. ആ രീതിയിൽ തന്നെ ആ തിരക്കഥ ഒരുക്കിയിരിക്കുകയാണ്. ഫസ്റ്റ് പാർട്ട് ഏത് വരണം, സെക്കൻഡ് പാർട്ട് ഏത് വരണം എന്നുള്ള രീതിയിൽ തിരക്കഥ നന്നായിട്ട് പുള്ളി ഒരുക്കിയിട്ടുണ്ട്. അതേപോലെ ഡയലോഗും തന്നെ, ഡയലോഗ് ഡെലിവറിയും തന്നെ ആ കാര്യത്തിൽ ദിൻജിത്ത് നന്നായിട്ട് ഡയറക്ടർ ശ്രദ്ധിച്ചിട്ടുണ്ട്, നന്നായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സിനിമയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ സിനിമയ്ക്ക് കൊടുത്തിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോർ തന്നെയാണ്, മ്യൂസിക് തന്നെയാണ്. ത്രില്ലർ സിനിമകൾക്ക് മുജീബ് മജീദ് കഴിഞ്ഞിട്ട് മ്യൂസിക് കൊടുക്കാൻ മറ്റൊരാളുള്ളൂ എന്ന രീതിയിൽ തന്നെയാണ് പുള്ളി ഇതിലും കിഷ്കിന്ധാകാന്ഡം പോലെ തന്നെ മ്യൂസിക് കൊടുത്തിരിക്കുന്നത്. കിഷ്കിന്ധാകാന്ഡത്തിലെ അപ്പുപിള്ളയ്ക്ക് ചില ഭാഗങ്ങൾ വരുമ്പോൾ പുള്ളി കൊടുത്തിരിക്കുന്ന ആ മ്യൂസിക് കാരണം തന്നെ ആ അപ്പുപിള്ള ഒന്നുകൂടി പവറാവുകയായിരുന്നു. അതേപോലെ തന്നെ ഈ സിനിമയിലും പല ഭാഗങ്ങൾ, അതേപോലെ ആ ക്ലൈമാക്സിൽ ഉള്ള ആ ഒരു സംഭവം, ആ മുകളിൽ പാറയിൽ വെച്ചിട്ടുള്ള ആ സംഭവം ഉള്ള ഭാഗത്തൊക്കെ പുള്ളി കൊടുത്തിരിക്കുന്ന മ്യൂസിക് കൊണ്ട് തന്നെ ആ ക്യാരക്ടറുകൾ ഒന്നുകൂടി അങ്ങോട്ട് സ്ട്രോങ് ആവുകയാണ്. അവസാനം മാത്രമല്ല, സിനിമയുടെ തുടക്കം മുതൽ ഒരു പട്ടി പാറപ്പുറത്തിൽ നിൽക്കുന്ന ഒരു സീനുണ്ട്. ആ സീനിൽ തന്നെ, പട്ടി പാറപ്പുറത്ത് പറഞ്ഞാൽ കുറേ സംഭവങ്ങൾ ഇതിലുണ്ട് കേട്ടോ, ഞാൻ അതിൽ ഒന്ന് പറഞ്ഞതാണ്. അപ്പോൾ അവിടെ തന്നെ പുള്ളി കൊടുത്ത ആ മ്യൂസിക്, അത് തന്നെ ഭയങ്കര ഒരു ക്യാരക്ടർ പോലെയാണ് പുള്ളി മ്യൂസിക് കൊടുത്തിരിക്കുന്നത്. ആ മ്യൂസിക് കൊണ്ട് തന്നെ നമുക്ക് അത് നന്നായിട്ട് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട്, ത്രില്ലടിക്കാൻ പറ്റുന്നുണ്ട്. അതാണ് ത്രില്ലടിപ്പിക്കാൻ മുജീബ് മജീദ് ഒരു സംഭവം തന്നെയാണെന്ന് തെളിയിച്ചിരിക്കുകയാണ്. വിനീത്, നരേൻ, അശോകൻ, ബിനു പാപ്പു ഇവർക്കും ഒരു പ്രധാന വേഷങ്ങളുണ്ട്. അവരത് കുഴപ്പമില്ല ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ത്രില്ലർ മൂവി എങ്ങനെയാണ് ഉള്ളതെന്ന് വെച്ചാൽ, സംഭവമൊക്കെ നിഗൂഢതകളിലൂടെ തന്നെ പോയിട്ട് എത്തുന്നുണ്ടെങ്കിലും ക്ലൈമാക്സ് ആകുമ്പോഴേക്കും ഒരു 2-3 കഥാപാത്രങ്ങൾക്ക് നമുക്ക് ഉത്തരം കിട്ടാതെ അവശേഷിക്കുകയാണ് ഈ സിനിമയിൽ. അപ്പോൾ ആ കഥാപാത്രങ്ങൾ ആരാന്ന് ഞാൻ പറയുന്നില്ല, സിനിമ കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ ഇവരെന്തായി, ഇവരുടെ കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് സിനിമ കഴിഞ്ഞ് ആ എൻഡ് സ്ക്രീനിൽ പേരിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ് ഇനി എന്തെങ്കിലും കാണിക്കുമെന്ന്. കാരണം അതിന് ഒരു കൃത്യമായ ഉത്തരം അവിടെ കൊടുക്കുന്നില്ല.
അപ്പോൾ അതുകൊണ്ട് തന്നെ പലർക്കും ഇതെന്ത് ഇങ്ങനെ ആയിപ്പോയതെന്ന് തോന്നാം. പക്ഷേ ത്രില്ലർ മൂവികൾ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ആ ക്ലൈമാക്സിൻ്റെ കുറച്ച് മുമ്പ് മുതലേ അതിനുള്ള ഉത്തരങ്ങൾ അവിടെ ഉണ്ട്. ഉത്തരം എന്ന് പറഞ്ഞാൽ അവരത് കാണിക്കുന്നൊന്നുമില്ല, കാണിച്ചാൽ മതിയായിരുന്നു എന്ന് തോന്നിപ്പോവാണ്. എന്നാലും ഇവർ ഒരു മാറ്റി ചിന്തിച്ചിരിക്കുകയാണ് ബാഹുൽ രമേശ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഉത്തരം കൊടുക്കാതെ കൊണ്ടുപോയി നിർത്തിയിട്ട് ഉത്തരം ഇത് തന്നെയാണ് എന്ന് പ്രേക്ഷകർ മനസ്സിലാക്കട്ടെ, അപ്പോൾ അത് മനസ്സിൽ ഒന്നുകൂടി സ്ട്രോങ് ആകും എന്ന രീതിയിലാണ് സിനിമ കൊണ്ടുപോയി അവസാനിപ്പിച്ചിരിക്കുന്നത്. അതും ഒരു വെറൈറ്റി ചിന്ത തന്നെയാണ് കേട്ടോ, കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. കാരണം അത് ലാസ്റ്റ് കൊടുത്ത ആ മ്യൂസിക്, ആ പാറയിലിരിക്കുന്ന സീനിലൊക്കെ നമ്മൾ അന്തം വിട്ടിട്ട് പുറത്ത് വരുന്ന പോലെ തന്നെ ഉണ്ട്. അപ്പോൾ കുഴപ്പമില്ല, സിനിമയുടെ ആ ഒരു ത്രില്ലർ അനുഭവം നന്നായിട്ട് തന്നെ കൊണ്ടുവരാൻ ഈ ടീമിന് മൊത്തമായിട്ടും സാധിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി അതും ബാഹുൽ രമേശ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പുള്ളി എപ്പോഴും ചിന്തിക്കുന്നത് ഒരു കാട് പോലെയുള്ള പ്രദേശം, അതേപോലെ അവിടെ ആരും എത്തപ്പെടാത്ത ഒരു വീട്, അങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് പുള്ളി എഴുതുമ്പോൾ ചിന്തിക്കുന്നത്. അതിനനുസരിച്ചുള്ള സ്ട്രോങ് ത്രില്ലർ കഥാപാത്രങ്ങളെയാണ് പുള്ളി മേക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് ഈ സിനിമയിൽ നന്നായി വർക്കൗട്ടായിട്ടുണ്ട്. അതേപോലെ ആ ലൊക്കേഷനുകളൊക്കെ പുള്ളി നന്നായിട്ട് ക്യാമറ കണ്ണിൽ ഒപ്പിയെടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ വെച്ചിട്ട് ഈ കഥാപാത്രങ്ങളുടെ ആ അവസ്ഥകളെ പുള്ളി ആ ഓരോ ലൊക്കേഷൻ അനുസരിച്ച് കൊണ്ടുവരാൻ, ആ ഡയലോഗൊക്കെ കൊണ്ടുവരാനൊക്കെ നോക്കിയത്. ആ കാറ്റടിക്കുന്നതും ആ കൊക്കയുടെ അവിടെ നിൽക്കുമ്പോഴുള്ള സംഭവങ്ങളും പിന്നെ ആ മ്ലാത്തി ചേട്ടത്തിയുടെ ആ വീടും അതിന് ചുറ്റുമുള്ള ഈ സിനിമയിലെ ഒരു പ്രധാന സംഭവം ഫൈറ്റേഴ്സ് ഇതിൽ കുറച്ചുണ്ട്. ആ ഫൈറ്റേഴ്സ് ആരാന്ന് സിനിമ കണ്ട് മനസ്സിലാക്കുക. അവരുടെ ആ ഓരോ ഭാവങ്ങൾ, അവരുടെ ആ ഓരോ ഭയാനകമായ അവസ്ഥകൾ സൃഷ്ടിക്കലൊക്കെ ആ ലൊക്കേഷൻ അനുസരിച്ച് തന്നെ ബാഹുൽ നന്നായിട്ട് സ്റ്റോറിയിൽ എഴുതിയിട്ടുണ്ട്. അത് നല്ല രീതിയിൽ നമ്മുടെ ഡയറക്ടർ ദിൻജിത്ത് മേക്ക് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ചെറുപ്പക്കാരായാലും ഫാമിലി ആയിട്ടായാലും പ്രത്യേകിച്ച് ത്രില്ലർ മൂവികൾ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഈ സിനിമ ഒരു ഗംഭീര ദൃശ്യവിരുന്ന് തന്നെയാണ്. നന്നായിട്ട് എൻജോയ് ചെയ്യാം. അപ്പോൾ ഞാൻ ആ കാര്യത്തിൽ 100% റെക്കമെൻഡ് ചെയ്യുന്നു.